അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1-ാം ക്ലാസ്സിലെ തഫ്ഹീമുത് തിലാവ എന്ന വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ചിത്രം നോക്കി വിട്ട ഭാഗം എഴുതാം. അപ്പോൾ താഴെ കുറച്ച് വാക്കുകൾ, കുറച്ച് ഫോട്ടോകളും അതിൽ കുറച്ച് വാക്കുകളും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വിട്ട ഭാഗം എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പം ഒന്നാമത്തത് അവിടെ എന്താണ് വേണ്ടത്? ഉ എന്നുള്ള ഒരു അക്ഷരമാണ്. അപ്പോൾ അവിടെ ഉ എന്ന് ചേർത്ത് എഴുതുക. ഉറബുൻ. അപ്പോൾ അവിടെ ഉറബുൻ എന്ന് എഴുതി കഴിഞ്ഞാൽ, ഉ എന്ന ഒരു അക്ഷരം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന മാർക്ക് 3 മാർക്കാണ്. അപ്പോൾ അത് പ്രത്യേകം പഠിച്ചു പോവുക. അതുപോലെ രണ്ടാമത്തത് ഡാഷ് റുബുൻ എന്നാണ് അവിടെ നൽകിയത്. അപ്പോൾ അതിനും 3 മാർക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ എഴുതാനുള്ളത് ദ ആണ്. ദ എന്നെഴുതി കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് കരസ്ഥമാകും. അപ്പോൾ അവിടെ അത് കൂട്ടി വയ്ക്കുമ്പോൾ എങ്ങനെ വരും? ദർബുൻ. എന്താണ്? ദർബുൻ. ഇനി അടുത്തത് ഡാഷ് ബിനുൻ. അപ്പോൾ നമ്മൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? ല എന്നുള്ള അക്ഷരമാണ്. ല. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ ലബിനുൻ. ഇനി അടുത്തത് ഡാഷ് ഇത്തുൻ. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കാനുള്ളത് ഏതാണ്? ബ അല്ലേ? ബ എന്നുള്ള അക്ഷരമാണ് അവിടെ നൽകാനുള്ളത്. അപ്പോൾ അത് വായിക്കുമ്പോൾ എങ്ങനെ വരും? കൂട്ടി വായിക്കുമ്പോൾ ബൈത്തുൻ എന്ന് വരും. ഇനി അടുത്തത്, അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞതിന് മുഴുവൻ 3 മാർക്കാണ്. ഒരക്ഷരം എഴുതി കഴിഞ്ഞാൽ 3 മാർക്കാണ് ലഭിക്കുക. ഇനി അടുത്തത് 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ ഡാഷ് മ്രുൻ. അപ്പോൾ അവിടെ നമ്മൾ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? ത എന്നുള്ള അക്ഷരമാണ്. എന്താണ്? ത. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെ വരും? തമ്രുൻ എന്ന് വരും. ഇനി അടുത്തത് ഋതുൻ. ഡാഷ് ഋതുൻ. അപ്പോൾ നമ്മളവിടെ കൊടുക്കാനുള്ള അക്ഷരം ഏതാണ്? വാവാണ് അല്ലേ? വ എന്നുള്ള അക്ഷരമാണ്. വ. അപ്പം അത് കൂട്ടി വായിക്കുമ്പോൾ വർധുൻ എന്ന് വരും. ഇനി അടുത്തത് ബത്തുൻ. ഡാഷ് ബത്തുൻ. അപ്പോൾ ഒരു ചെടിയാണ് അവിടെ കാണുന്നത് അല്ലേ? ബത്തുൻ. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ എഴുതാനുള്ളത്? ന ആണ് അല്ലേ? അപ്പം അത് കൂട്ടി വായിക്കുമ്പോൾ നബത്തുൻ എന്ന് വരും. എന്താണ്? നബത്തുൻ. ഇനി അടുത്തത് ഡാഷ് ബറുൻ. ഡാഷ് ബറുൻ. അപ്പോൾ നമ്മൾ അവിടെ ആ ഡാഷ് എന്നുള്ളിടത്ത് എന്താണ് എഴുതാനുള്ളത്? എന്താണ്? ഇ ബറുൻ. ഇ എന്നാണ് അവിടെ നമ്മൾ എഴുതി കൊടുക്കാനുള്ളത്. ഇ ബറുൻ. ഇനി അടുത്തത് ഡാഷ് ബിദുൻ. അപ്പോൾ നമ്മൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് മറ്റൊന്നുമല്ല, ക എന്നുള്ള അക്ഷരമാണ്. ക. അപ്പം കബിദുൻ എന്നായിരിക്കും വരിക. എന്താണ്? കബിദുൻ. ഇനി അടുത്തത് 6 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അപ്പം ഡാഷ് ഡാഷ് റുൻ. അപ്പോൾ അവിടെ നമ്മൾ മ എന്നുള്ളതാണ് 2 സ്ഥലത്തും എഴുതാനുള്ളത്. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ മർമറുൻ എന്ന് വരും. ഇനി അടുത്തത് ഡാഷ് ധുൻ. ഒരു കൈയിൻ്റെ ഫോട്ടോ ആണ് അവിടെ നൽകിയത് അല്ലേ? അപ്പോൾ അവിടെ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? വെറും ഫത്തഹുള്ള യാ ആണ്. അപ്പം യാ എന്നുള്ള അക്ഷരമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ എങ്ങനെ വരും? യദുൻ എന്ന് വരും. എന്താണ്? യദുൻ. ഇനി അടുത്തത് ഡാഷ് ജുലുൻ. അപ്പോൾ നമ്മളവിടെ കൊടുക്കുമ്പോൾ എങ്ങനെ വരും? റാ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ റജുലുൻ. ഇനി അടുത്തത് ഡാഷ് മഖുൻ. അപ്പോൾ നമ്മളവിടെ കൊടുക്കാനുള്ളത് ഏതാണ്? സ ആണ് അല്ലേ? സമഖുൻ. കൂട്ടി വായിക്കുമ്പോൾ സമഖുൻ എന്ന് വരും. ഇനി അടുത്തത് ഡാഷ് ദബുൻ. അപ്പം അവിടെ നമ്മൾ ഫസ്റ്റ് പഠിച്ച പാടാണ് ആ ആണ് അവിടെ നൽകാനുള്ളത്. അധബുൻ എന്ന് വരും. അപ്പോൾ ഒന്നാമത്തത് ഉറബുൻ, രണ്ടാമത്തത് ദർബുൻ, മൂന്നാമത്തത് ലബിനുൻ, നാലാമത്തത് ബൈത്തുൻ, അഞ്ചാമത്തത് തമ്രുൻ, ആറാമത്തത് വർദുൻ, ഏഴാമത്തത് നബുത്തുൻ, എട്ടാമത്തെ ഇബറുൻ, ഒൻപതാമത്തത് കബിദുൻ, 10ാമത്തെ മർമറുൻ. ഇനി 11 യദുൻ, 12 റജുലുൻ, 13 സമഖുൻ, അടുത്തത് അവസാനത്തത് അദബുൻ. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.